രാജേന്ദ്രൻജി നമസ്കാരം. 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 നമ്മള് ഈ രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 18ാം ദിനമാണ് ഇന്ന് ഞായറാഴ്ച. വളരെ ഉദ്യോഗത്തോടെ, അതായത് ജനങ്ങളെല്ലാം വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് നാളെ രാഹുല് നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അന്നേരം ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ CPM കാര്യങ്ങൾ മനസ്സിലായി, ഈ വിഷയത്തിൽ തൊട്ടാൽ പൊള്ളുമെന്ന് പറഞ്ഞ് അവർ നിശബ്ദത പാലിച്ചു. BJPയും ഏതാണ്ട് നിശബ്ദത പാലിച്ചു. പക്ഷേ ഇപ്പോഴും അത്യാവേശത്തിൽ നിൽക്കുന്നത് നമ്മുടെ ഈ സതീശൻ മാത്രമാണ്. അതായത് ഇപ്പോൾ ഈ ഒരു നിലപാട് സത്യം പറഞ്ഞാല് ഈ നാളെ എന്ന് പറഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അങ്കലാപ്പിൽ നമ്മുടെ VD സതീശനാണ്. കാരണം ഈ നാളെ ഇയാൾ വന്നാൽ എന്ന ഒരു വലിയ ഭീതിയിലാണ്. അന്നേരം ഇയാൾക്ക് നാളെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ അന്തം കമ്മികളെന്ന് നമ്മുടെ ഇടതുപക്ഷത്തെ ആളുകൾ ഈ കളിയാക്കുന്ന ആ ഒരു പേര് മാറ്റാനുള്ള ഒരു മികച്ച അവസരമല്ലേ നാളെ? എന്ത് തോന്നുന്നു? അതായത് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ CPM ആരും രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ പോകില്ല. ആ കത്തി യാതൊരു തടക്കില്ല. BJPക്കാരും തടയാൻ പോകില്ല. കാരണം അവർക്ക് ഇത് സതീശനിൽ കൂടിയിട്ട് അവർക്ക് ഗുണം കിട്ടും. സതീശൻ ഇങ്ങനെ കട്ടയ്ക്ക് എതിര് നിൽക്കുമ്പോൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കരുത് എന്ന് എതിര് നിൽക്കുമ്പോൾ അവർ കൃത്യമായിട്ട് സതീശനെ കൊണ്ട് തന്നെ ആ സാധനം ഓപ്പറേറ്റ് ചെയ്യും. കാരണം ജനരോഷം മുഴുവൻ അവരുടെ മേലിലേക്ക് പതിക്കേണ്ട ജനരോഷം മുഴുവൻ സതീശനിലേക്ക് തന്നെ എല്ലാം പൊക്കോളും വരും. അതാണ് CPMന്റെ ബുദ്ധി. ഏകദേശം 95% ആളുകൾ ഇപ്പൊ നിങ്ങളെ തന്നെ സർച്ചിൽ കണ്ടില്ല, നിങ്ങളെ തന്നെ ആ ഒരു ഇതിൽ കണ്ടില്ലേ, 100% ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമെന്നാണ് അതിന്റെ കമന്റ് വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മനോരമ ചാനലിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് ചാനലിന്റെ ആയിക്കോട്ടെ, ഈ ചാനലുകളുടെ എല്ലാത്തിന്റെയും ഇതിൽ വരുന്ന ഒപ്പീനിയൻ പോളിലെല്ലാം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് സതീശൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക് ഇപ്പൊ പാലക്കാട് സർവേ കണ്ടു, ഒരു യൂട്യൂബ് ചാനൽ ചർച്ച കണ്ടു, ജനങ്ങളെ നേരിട്ട് കാണുന്നൊരു ചർച്ച കണ്ടു. ആ ജനങ്ങളെ നേരിട്ട് കണ്ടതിൽ 97% ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞേ. 97% ആളുകൾ. അതിൽ CPMകാരാണ് കൂടുതൽ, BJPക്കാരും ഉണ്ട്. അതിൽ CPM അവർ പറയുന്നുണ്ട്, അവർ രാഷ്ട്രീയം പറയുന്നുണ്ട്. മനസ്സിലായ? അവർ രാഷ്ട്രീയം ഞങ്ങൾ ഇന്ന പാർട്ടിക്കാരാണ്, ഞാൻ CPMകാരാണ്, ഞാൻ പക്ക സഖാവാണ്, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണം നിയമസഭയിൽ. അതിൽ പാലക്കാട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത് അദ്ദേഹം പങ്കെടുക്കണം എന്ന് പറയുന്ന CPMമാരും BJPക്കാരും ഉള്ളപ്പോൾ അവരുടെ നേതാക്കന്മാർ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ പോകില്ല. ചുരുക്കം പറഞ്ഞാൽ അതായത് ഈ ഇടതുപക്ഷവും BJPയും നാളെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുവാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാകുകയും ഈ VD സതീശന്, അതായത് നിലവിലുള്ള ഒരു ജനരോക്ഷത്തിന്റെ ഒരു 100 മടങ്ങ് ഈ VD സതീശനും അതിന്റെ ദോഷം മുഴുവൻ കോൺഗ്രസിലേക്കും വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെ, ഈ ഇലക്ഷൻ തന്ത്രം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് CPMകാർ. അവർ നാളെ നിയമസഭയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നണില്ല അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് അവിടെ മുദ്രാവാക്യം ഒന്നോ രണ്ടോ മുദ്രാവാക്യം ചിലപ്പോൾ വിളിക്കായിരിക്കും. അത് രാഷ്ട്രീയം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് അവർ ഒന്നും ചെയ്യില്ല എന്ന് പറയാനുള്ളത്. അല്ല, അവരെത്ര സമർത്ഥമായി ഇതിന് രക്ഷപ്പെട്ടെന്ന് നോക്കി. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത് വന്ന് ഇത് സതീശന്റെ മാത്രം വിഷയമായി. കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പറയാം, ഞങ്ങളല്ലല്ലോ ഇതൊന്നും പറഞ്ഞത്, ഇതാ കോൺഗ്രസ്സുകാർ തന്നെ ഈ സാധനം സതീശൻ തന്നെ ഇങ്ങനെ ഒരു ഇരയിട്ടു, സതീശൻ തന്നെ ഇതുപോലെ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം എടുത്ത് നഷ്ടപ്പെടുത്തി, അതുപോലെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി, ഈ കൊല്ലാക്കൊല ചെയ്തതും ഈ കേസ് ഉണ്ടാക്കിയതും ഇതിനെ കത്തിച്ച് നിർത്തുന്നതും ഇദ്ദേഹത്തെ സഭയിൽ കയറ്റരുത്, മാറ്റിയിരുത്തണമെന്ന് ലെറ്റർ കൊടുത്തത് പോലും കോൺഗ്രസ്. അന്നേരം ഇതിൽ കോൺഗ്രസിന്റെ മാത്രം ഒരു ആരോപണവും ആവശ്യവുമായി മാറ്റിയില്ലേ അവര്? തീർച്ചയായിട്ടും ഇത് തന്ത്രമല്ലേ. ഞാൻ പറയും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇലക്ഷൻ തന്ത്രം, ഇതുപോലെ ഇലക്ഷൻ തന്ത്രം പണിയാൻ ഇതുപോലെ വേറെ ആൾക്കാരില്ല. ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് ഇപ്പൊ സതീശനാണ് മറ്റേ ശത്രു അത് മാറ്റിയെടുക്കാണ് CPM. സതീശനാണ്, ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ നിയമസഭയിൽ ഒന്നും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭ വരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, പറഞ്ഞ സതീശനല്ലേ, കോൺഗ്രസ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സതീശൻ അത്ര പൊട്ടനൊന്നുമല്ലോ. കാരണം ഈ കഴിഞ്ഞ 5 തവണയും ഇവൻ ഇതുപോലെ കുതന്ത്രം പ്രയോഗിച്ച് ജയിച്ചു കയറി വരണമെങ്കിൽ ഇവൻ മണ്ടനൊന്നുമല്ലല്ലോ. അതായത് സതീശൻ അറിഞ്ഞുകൊണ്ട്, അതായത് ഈ പൊതുജന വികാരം മുഴുവൻ തനിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഇത് പാർട്ടിയുടെ അടിത്തറ തോണ്ടും എന്ന് ഉറപ്പായിരിക്കെ സതീശൻ ഇപ്രകാരം കോൺഫിഡൻസോടുകൂടി നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ കാര്യം തന്നെ, അതായത് 3-ാം ഊഴവും പിണറായിക്ക് കൊടുക്കുവാൻ അച്ചാരം വാങ്ങി കൃത്യമായിട്ടും 1500 കോടി രൂപ മേടിച്ച് നടത്തുന്ന ആ ജട്ടി വിപ്ലവം എന്ന ക്യാമ്പയിനാണ് ഇത് ആയതുകൊണ്ട് മാത്രമല്ലേ ഇത്രയും
ജനരോക്ഷം ഉണ്ടാകുകയും ഇത്രയും പ്രശ്നങ്ങൾ തനിക്കെതിരെ ഉണ്ടാകുകയും വരുന്ന തവണ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ തോക്കുമെന്ന് ഉറപ്പായിട്ട് പോലും ഇയാൾ ഇത്രയും കോൺഫിഡൻസോടുകൂടി നിന്ന് ചെയ്യുന്നത് അതിന്റെ ഒരു ആ ഒരു ഡീലിന്റെ ഭാഗമല്ലേ? അല്ല, ഒരു തർക്കവും വേണ്ട. ഈ മൂന്നാം ഭരണം CPM കൊടുക്കേണ്ടത് CPM-നെക്കാളും വലിയ ആവശ്യം ഇപ്പൊ ഈ VD സതീശന്റെ. അതാ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ CPM മൂന്നാം ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും അത് നിർബന്ധമായി കിട്ടണം എന്ന് വാശി പിടിക്കുന്ന ആൾ സതീശനാണ്. അപ്പൊ അത് തമ്മിൽ അന്തർധാര ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. ഒരു അന്തർധാര ഇല്ലാതെ ഒരു പാർട്ടീനെ മുച്ചൂട് മുടിച്ച് ആ പാർട്ടീനെ വിറ്റ് കാശ് മേടിച്ച കാശ് ബാങ്കിലിട്ടിട്ട് ഒരു കാരണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അഖിലേന്ത്യാ തലത്തിലാണ് VD സതീശൻ വിറ്റത്, കേരളത്തിലല്ല. അഖിലേന്ത്യാ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അദ്ദേഹം വിറ്റിട്ട് ആ കാശ് മേടിച്ച് ഇവിടെ മറ്റേ ബാങ്കിലിട്ടിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് നിലപാട് എടുത്തില്ലെങ്കിൽ ഈ പറയുന്ന വേണുഗോപാൽ അടക്കം രമേശനടക്കം ശരിക്കും ഈ ഒരു 3 ആക്സിസ് ഈ 3 അച്ചുതണ്ടുകളും പിന്നെ മരപ്പൊട്ടൻ മറ്റേ അരമനക്കുണ്ടനെ സംബന്ധിച്ചത് അയ്യാക്കി നിന്നതാന്ന് പോലും മനസ്സിലാകുന്നില്ല. ഈ 3 അവന്മാരും ചേർന്നുള്ള ഒരു ഡീലല്ലേ ഇത്? ഇല്ല, ഞാൻ പറയുന്നത് KC വേണുഗോപാൽ അറിയാണ്ട് നടക്കില്ലെന്നേ. KC വേണുഗോപാൽ അറിയാണ്ട് നടക്കില്ല. KC വേണുഗോപാൽ അറിയാം, അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സതീശൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് എങ്ങനെ നിലപാടെടുക്കുന്നത്? സതീശന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ കോവാലൻ, അതായത് ഈ വേണുഗോപാൽ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയെ ബന്ദിയാക്കിയിട്ടേക്കുന്ന ഈ വേണുഗോപാലന്റെ കയ്യിലാണ് ഈ സാധനം. ഹൈക്കമാൻഡ് എന്ന് പറയുന്നു. മറ്റൊരു പൊട്ടുമാമി ഉണ്ടല്ലോ ഇവരുടെ നിരീക്ഷക എന്ന് പറയുന്നതൊക്കെ ഇയാളുടെയൊക്കെ വെറും കുറ്റിച്ചൂലാണെന്നും. അതെ, പൊട്ടുമാമിക്ക് കൊണ്ട് ഇവിടെ ഒരു ചൂരക്കറി വെച്ച് മേടിച്ച് അവസാനം തന്നെ മുൻഷീന്നാണ്. അന്നേരം ഈ പറയുന്ന സാധനം ഈ ഹൈപ്പാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്തോ വലിയൊരു സംഭവമാണെന്ന് നമ്മൾ ഈ പണ്ടൊക്കെ ആകാശവാണി കൂടെ കേൾക്കുമ്പോഴത്തേക്കും കരുണാകരന്റെ കാലഘട്ടത്തില് ഒക്കെ എന്തോ വലിയൊരു സംഭവം നമ്മൾ തോന്നില്ലേ? ആ ഒരു സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ KPCC സെക്രട്ടറിമാര്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വിലയുള്ളൂ. മനസ്സിലായ? പഴയ കാലത്തെ കോൺഗ്രസ് അല്ല. പണ്ട് കരുണാകരനും ആന്റണിയൊക്കെ കോൺഗ്രസും മൻമോഹൻ സിംഗ് വരെ ഏതാണ്ട് കോൺഗ്രസിന്റെ സ്ഥാനമാനങ്ങൾക്ക് ഒരു മഹത്വം ഉണ്ടായിരുന്നു, ഒരു വലിപ്പം ഉണ്ടായിരുന്നു. ഈ KC വേണുഗോപാൽ സംഘടനാ ചുമതല വന്നോടുകൂടി, കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതല വന്നോടുകൂടിയിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയുടെ വില കിട്ടുന്നുള്ളൂ. അത്രയും കിട്ടുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വിലയില്ലാത്ത വകുപ്പാണ് ലോക്കൽ സെക്രട്ടറിക്കൊക്കെ എന്തൊക്കെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ്. പിന്നെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് എന്തോരം പവർ ഉണ്ട്? ഒരു SI-നെ വളച്ച വരയിൽ നിർത്താൻ കഴിവുള്ള, അല്ലെങ്കിൽ DSP-നെ വരച്ച വരയിൽ വളർത്ത ഒരു ബ്രാഞ്ച് സെക്രട്ടറി CPM-ന്റെ ഒരു DCC സെക്രട്ടറി ചെല്ലട്ടെ, പോയി പണി നോക്കാൻ പറയാം അവര്. അത് ഇന്നല്ല, ഏത് കാലത്തായാലും. കാരണം ആര് ഭരിച്ചാലും കോൺഗ്രസ് ഭരിക്കുമ്പോഴും ആഭ്യന്തരം കൈകാര്യം ചെയ്ത് CPM തന്നെയാണ്. വിറയ്ക്കും കോൺഗ്രസ്സുകാർക്ക് കയറി ചെല്ലാൻ. അത് അങ്ങനെ നില ഉണ്ടാക്കി കൊടുത്ത് AK ആന്റണിയാന്നേ. ആ നാണം കെട്ടവനാന്നേ കോൺഗ്രസ്സുകാർക്ക് ഒരു വില ഉണ്ടാക്കി കൊടുത്തത്. പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ നിങ്ങൾ നിയമം നോക്കിയാൽ മതി, കോൺഗ്രസ്സുകാരനാണെന്ന് പ്രത്യേക പരിഗണന കൊടുക്കണ്ട. ഈ പേരും പറഞ്ഞ് ആന്റണിയാ ഭരിക്കുന്നതെന്ന് പേരും പറഞ്ഞ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഭരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഒന്നും അല്ലാതാക്കിയത് AK ആന്റണിയാണ്. നാണം കെട്ടവനാണെന്നേ ആ മുരടൻ. പറയാം, മറ്റേ അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞ് എന്തൊരു കാളാന്ന് പറയല്ലോ. അതുപോലെ വേറൊരു സ്ഥലം ആറാട്ടുമുണ്ടനാണ് കോൺഗ്രസിന്റെ വില കളഞ്ഞത് കേരളത്തില്. അതുപോലെ വേറൊരു സംഭവത്തില് ഇവന്മാര് തന്നെ ഉണ്ടാക്കിയ, ഇവന്മാര് തന്നെ ക്രിയേറ്റ് ചെയ്ത ഈ പ്രതിസന്ധിക്കിടയ്ക്ക് തന്നെ ഇവന്മാര് വാഴ വെട്ടാൻ നോക്കുന്നുണ്ടോ? അതായത് ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയും കൂടെ ഇവന്മാരുടെ, അതായത് VD സതീശന്റെ PR ചെയ്യുന്ന ഏജൻസി ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു ഗംഭീര കളിയും കൂടെ നടത്തിയെടുക്കാൻ പോകുന്നു. വേറെ തമാശ ഏതാണെന്നറിയോ? ഡിജിറ്റൽ മീഡിയയുടെ വലിയ ആശാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആറാട്ടുമുണ്ടന്റെ ആന്റണിയുടെ മോനെ കൊണ്ട് അവിടെ കുടിയിരുത്തി അവൻ ഇതിനെ നശിപ്പിച്ച് തേച്ച് കഴുകി അവനാണ്ട് BJP-യിലേക്ക് പോയി. പിന്നെ രണ്ടാമത് കൊണ്ട് സരിൻ എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ടുവച്ചു ഡിജിറ്റൽ മീഡിയ ഹെഡെന്ന് പറഞ്ഞ്. അവൻ പതുക്കെ ഇവന്മാരെ മുണ്ടുപൊക്കി കാണിച്ച് CPM-ലേക്ക് പോയി. അന്നേരം ഇനി ഇവന്മാര് വന്നിട്ട് ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞ ഇവന്മാര് നടക്കുക. അതിന് ഏത് പാർട്ടിയിലേക്കായിരിക്കും ഞാൻ പോകുന്നത്? അല്ല, കോൺഗ്രസിന് ഡിജിറ്റൽ മീഡിയ ഉണ്ടോ സത്യത്തിൽ? അതൊരു പ്രകസനം, ഒരു പേരിന് മാത്രമേ ഇരിക്കുന്നവരാണ്. ഇതൊക്കെ തന്നെയാണ് അവരിട്ടിട്ട് പോകുന്നത്. ഈ പറയുന്ന ഈ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള കുറെ പ്രൊഫഷണൽ ആയിട്ടുള്ള പയ്യന്മാര് അവന്മാരുടെ വർക്കിനിടയ്ക്ക് എന്തൊക്കെയോ പോസ്റ്ററുകൾ ഉണ്ടാക്കി ഇടുന്നതല്ലാതെ ഇവന്മാർക്ക് ഒരു ഡിജിറ്റൽ മീഡിയയുടെ പവർ എന്താണെന്നോ ഒരു വ്യാപ്തി എന്താണെന്നോ അവനറിയുമായിരുന്നെങ്കിൽ ഇവൻ ഇതുപോലെ ഈത്തെ മണ്ടത്തരം കാണിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഇവൻ പറയുന്നത് കേട്ടില്ലേ? സമൂഹ മാധ്യമത്തിലൂടെയുള്ള ഏതോ പുലമ്പലുകളാണ്. സമൂഹ മാധ്യമത്തെ ഇവൻ വളരെ പുച്ഛത്തോടെ, ഇവൻ അറിയത്തില്ല ആ സമൂഹ മാധ്യമത്തിന്റെ പവർ എന്താണെന്നും അതിന്റെ ഇമ്പാക്ട് എന്താണെന്നും അത് ജനങ്ങളുടെ പൾസാണെന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്തവനാണ് ഈ ഡിജിറ്റൽ മീഡിയയെ കുറിച്ച് ഇവൻ പറയുന്നത്.
ഈ സതീശൻ പറയുന്ന ഒരു കാര്യമാണ്, സതീശന്റെ പറവൂർ ശാന്തയുടെ പവറാണെന്ന് വിചാരിക്കണം സതീശന്റെ വിചാരം ഡിജിറ്റൽ മീഡിയ. പറവൂർ ശാന്തയുടെ പവർ അങ്ങനെ വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, സതീശന്റെ കുറച്ച് പിള്ളേരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, സതീശന്റെ വാഴക്കന്റെ കുറച്ച് പിള്ളേരുണ്ടല്ലോ, അവരാണല്ലോ ഈ കോൺഗ്രസിന്റെ അണികളെ മൊത്തം നശിപ്പിക്കുന്നവർ. അത് ഈ കാലത്ത് തുടങ്ങിയതല്ല. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം നഷ്ടപ്പെടുത്താൻ മുന്നിൽ നിന്ന വി ഡി സതീശൻ പരമനാറി. അതായത് അവനാണ് ഈ ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ഭരണം നഷ്ടപ്പെടുത്തിയത്. അവന്റെ സൈബർ ഗുണ്ടകളും. അവന്റെ സൈബർ ഗുണ്ടകൾ കുറച്ച് പിള്ളേരുണ്ട് ഇപ്പോഴും ഉണ്ട്, പ്രൈവറ്റ് ആണ്, സ്വതന്ത്രം. അതിന്റെ പേര് ഞാൻ പറഞ്ഞ അവരെ വലുതാക്കുന്നില്ല. നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല്, ഈ റീൽസ് അല്ല റിയൽ വർക്കാണ് കാര്യം, റീൽസിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ പരമനാറിയാണ് കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ പ്രതിമാസം തന്റെ പ്രതിച്ഛായ വർദ്ധവിനായിട്ട് തിരുവനന്തപുരത്ത് ഉള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള ഒരു PR ടീം ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇയാൾക്ക് വേണ്ടി മേജർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് തട്ടുണ്ണി എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ കക്കൂസ് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന, ഇന്ന് വലിയ തീവട്ടിക്കൊള്ളകൾ നടത്തുന്ന ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നും ആയിരക്കണക്കിന് കോടികൾ തട്ടിയെടുത്ത് പണം പിടിക്കുന്ന ഒരുത്തനാണ് ഇവന് വേണ്ടി ഫണ്ട് ചെയ്യുന്നത്. ഇതുപോലെ ഉള്ള PR ഏജൻസികൾ ഇവൻ നടക്കുന്നതും ഇരിക്കുന്നതും പെടുക്കുന്നതുമായിട്ടുള്ള സകല സാധനങ്ങളും റീൽസും ഇതും ഉണ്ടാക്കി ഇവൻ പിന്നെ ഈ പള്ളികളിലും പെന്തക്കോസ്ത് സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്നതിന്റെ റീൽസുകളും എല്ലാം എടുത്തിട്ട് ഒരു സുസജ്ജമായ ഒരു PR ടീം, ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ പ്രതിമാസം മുടക്കുന്ന ഒരുത്തനാണ് ഈ വി ഡി സതീശൻ. എന്നിട്ട് ഇവനാണ് ഈ മറ്റേ റീൽസിലല്ല റിയൽ വർക്കിലാണ് കാര്യം. ഇവൻ ഈ പൊട്ടി വിട്ട് ഇവൻ ഈ റീൽസ് അടിയാണ് മാത്രം പരിപാടി, റീൽസിൽ മാത്രം കതറൊടയാതെ പിടിച്ചു നിൽക്കുന്ന ഈ നാണം കെട്ടവനാണെന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കാൻ വരുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ചോറ് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. റീൽസ് അല്ലാതെ റിയൽ ആയിട്ട് എന്താ ചെയ്യുന്ന സതീശൻ കേരളത്തിൽ? ഈ 5 വർഷം ഈ പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് റീലല്ലാതെ റിയൽ ആയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒരു കാര്യം ഒന്ന് കാണിച്ചു തരട്ടെ. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു സമരം നടത്തി വിജയിപ്പിക്കാൻ ഈ താണം കെട്ടവന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇവന് ഉമ്മൻചാണ്ടി ഈ ഭരിച്ച ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇവനല്ലായിരുന്നു കടന്ന് ഒരു പ്രതിപക്ഷ നേതാവിനേക്കാളും കൂടുതൽ ആ കാണിച്ചതിന്റെ 100-ലൊരു അംശം താല്പര്യം അവൻ ഇന്ന് കാണിക്കുമായിരുന്നെങ്കിൽ എന്ത് പ്രയോജനം കിട്ടും? വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കണം അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ള കാര്യം. ഈ സത്യത്തിൽ ഈ ഹരിത MLA മാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നില്ലേ, ഹരിത MLA, അതിന്റെ ലീഡർ ഇവനായിരുന്നു. TN പ്രതാപൻ, VT ബലറാം, ഹൈബി ഈഡൻ, അൻവർ സാദാത്ത്, കുമാർ. അത് പിന്നെ കോൺഗ്രസ്സുകാരനല്ലല്ലോ. അപ്പൊ ഇത്രയും ആളുകളെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അതിനെ നയിച്ചിരുന്ന ഹരിത MLA മാരുടെ നേതാവ് ഇവനായിരുന്നു. അതായത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവരായിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഫുള്ളായിട്ട് കേൾക്കൂ. കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവണം. ആ ഹരിത MLA മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഹരിത MLA മാരെ മുന്നിൽ നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയായിരുന്നു ഇവനെ കൂടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അന്ന് രമേശ് ചെന്നിത്തലിന്റെ രണ്ടാമൻ ഇവനായിരുന്നു, ഐ ഗ്രൂപ്പിന്റെ രണ്ടാമൻ. രമേശ് ചെന്നിത്തല ഒന്നാമനും ഇവ രണ്ടാമനുമായിരുന്നു. അങ്ങനെ ഇവനെ കൊണ്ടാണ് കംപ്ലീറ്റ് ചാനലുകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഇത് ചെയ്യിച്ചിരുന്നു, പ്രസംഗിപ്പിച്ചിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ VS അച്യുതാനന്ദൻ പോലും പറയാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട്, CPM പോലും ആരോപിക്കാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് ചാനലുകളിലും പൊതുവേദികളിലും നടന്ന് പ്രസംഗിക്കുന്ന ഒരു കൂലി തൊഴിലാളിയായിരുന്നു വി ഡി സതീശൻ. മനസ്സിലായില്ലേ? അത് ഏത് കാരണം വെച്ചാലും തുടർഭരണം കിട്ടും. ഞാൻ പറഞ്ഞു തരാം ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നല്ലോ. ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ, ചിന്തിച്ചത് അങ്ങനെയാണ് ഐ ഗ്രൂപ്പുകാർ. ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഐ ഗ്രൂപ്പ് ഉണ്ടാവില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലും ആ ഒരു ചിന്താഗതി അടിസ്ഥാനത്തിൽ എ ഗ്രൂപ്പ് ഇല്ലാതാക്കുക. തുടർഭരണം നഷ്ടപ്പെട്ടാൽ ഐ ഗ്രൂപ്പ് ഒട്ടും ഉണ്ടാവില്ല, എ ഗ്രൂപ്പ് മാത്രമാകും. അപ്പം നമ്മുടെയൊക്കെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച ആ പൗഡർ കുട്ടപ്പനും ഈ രമേശ് ചെന്നിത്തലയും കൂടി ഇറങ്ങി പുറപ്പെടുത്തി ആ മൂന്നാം ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നഷ്ടപ്പെടുത്താൻ ഈ പരമനാരി കളിച്ച കളികളെല്ലാം നമ്മൾ കണ്ടതാണ് പരസ്യമായിട്ട്. ഒരു സർക്കാരിന് ഉത്തരവാദിത്തം, പാർട്ടിക്കല്ല ഉത്തരവാദിത്തം. ഉമ്മൻചാണ്ടി മറുപടി പറയണം. മറ്റേ അഴിമതി നിറഞ്ഞൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് പറയുന്നത് ഇടതുപക്ഷമല്ലെന്ന് ആലോചിക്കണം, പ്രതിപക്ഷമല്ലെന്ന് ആലോചിക്കണം. ഇങ്ങനെ തന്നെയാണ് സതീശൻ പറഞ്ഞത്. അഴിമതിയിൽ ആറാടിക്കൊണ്ടിരുന്ന ഈ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകണം എന്ന് പറഞ്ഞ പരമനാറിയാണ് ഇവൻ. അതും എപ്പോഴാണെന്നറിയോ? ഈ ഇലക്ഷനോട് അടുക്കുന്ന സമയത്താണ്. ഇലക്ഷനോട് അന്നും ഇതുപോലെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷത്തിന് ആക്രമിക്കുവാനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കലായിരുന്നു ഇവരുടെ പരിപാടി. അതെ, ഇവന് എന്തോ ഒരു പ്രത്യേക അസുഖം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഇലക്ഷൻ പറഞ്ഞ സമയത്ത് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ നശിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിച്ചോറാക്കി കയറ്റിക്കെടുത്തുക എന്നുള്ള പ്രത്യേക അജണ്ട എന്ന് പറയും. ഇവർ എന്തോ ഒരു അസുഖമുണ്ട്. കാരണം ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാം തന്നെ ഇവർ ഇറങ്ങി പുറപ്പെടും കോൺഗ്രസിന് സീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി.
ഒന്ന് ഓർത്ത് നോക്കിയാൽ നാളെ ഇപ്പോൾ നിയമസഭയില് ഈ ഇടതുപക്ഷമോ പിന്നെ ബി ജെ പിയുടെ കാര്യം പറയാൻ ഒന്നുമില്ല. ഈ ഇടതുപക്ഷം നാളെ യാതൊരു തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാക്കാതെ അവർ സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു അവസരം വന്നാൽ ഇവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്. ഇവന്റെ അവസ്ഥയൊന്നും ഓർത്തു നോക്കി. ഈ നാണം കെട്ടവന്റെ ഈ ഇടതുപക്ഷത്തിന്റെ സത്യം പറഞ്ഞാൽ അവര് ബുദ്ധിയുള്ളവരാണെങ്കിൽ അവർ നാളെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ നാണം കെട്ട നാറി, അതായത് ഈ കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ അവരുടെ ആ മൗനം കൊണ്ട് ഇല്ലാതെ പോകുന്ന ഒരു അവസരമല്ലേ നാളെ ഉണ്ടാകാൻ പോകുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ CPM ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതികരിക്കരുത്. നാളെ നിയമസഭയിൽ ചെല്ലുമ്പോൾ പ്രതികരിക്കരുത്, ഒരു അക്ഷരം പോലും മിണ്ടരുത്, അവരവിടെ ഇരിക്കണം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രതികരണം CPM ഇടതുപക്ഷം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സതീശന ജനങ്ങളുടെ ആ ആന്റി ഇൻകംബൻസി ഫാക്ടർ, അതായത് ഈ 9.5 കൊല്ലം കൊണ്ടുണ്ടാക്കിയ ഈ ഒരു പിണറായി വിരുദ്ധത എന്ന് പറയുന്ന ഒരു സാധനം ഓൾറെഡി അത് അലിഞ്ഞ് മെൽറ്റായി ഇല്ലാതാകാറായി. നാളെ കൊണ്ട് നിയമസഭയിൽ അവർ ആ ഒരു ആഢ്യത്വം, അവരൊരു മാന്യത പാലിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ അവസ്ഥ എന്ത്? അന്നേരം ഇവന്മാര് തന്നെ പറയുക ഇത് ഞങ്ങൾ ഉയർത്തിയതല്ല, ഇത് കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന VD സതീശൻ കൊണ്ടുവന്ന ഇറക്കിയ ഒരു പെണ്ണ് ആരോപണം നടത്തുന്നു, ഇവര് തന്നെ അതിന്റെ പേരിൽ നടപടിയെടുത്തു, ഇവര് തന്നെ മാറ്റിയിരുത്തണമെന്ന് പറഞ്ഞു. ദ സ്പീക്കർ അതനുസരിച്ച് ചെയ്തു. അദ്ദേഹത്തിന് നിയമസഭയിൽ ഞങ്ങൾ തടയുന്നില്ല. കാരണം അദ്ദേഹത്തിന് തെളിയിക്കപ്പെട്ട പരാതികളില്ല, ആരോപണങ്ങളൊന്നുമില്ല. സർക്കാർ എന്ത് ചെയ്തു? ആരോപണം വന്നപ്പം ഞങ്ങൾ ഇതാ ഒരു ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു, അവരുടെ അന്വേഷണം നടക്കുന്നു, അവരുടെ റിപ്പോർട്ട് വരട്ടെ, തെറ്റുകാരനാണെങ്കിൽ കർശന നടപടിയെടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവന്റെ അണ്ണാക്കിൽ പിരിവെട്ടി പോകത്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നാളെ CPM ബുദ്ധിപരമായിട്ട് നാളെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇതെല്ലാം കൂടി ഈ ഒരൊറ്റ കാരണം മതി ഈ മൂന്നാം ഭരണം പിണറായിക്ക് വിജയൻ വൻ ഭൂരിപക്ഷം ജയിച്ചു വരാനായിട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ ഒരൊറ്റ വിഷയം CPM ചെയ്താൽ മതി. പ്രതികരിക്കാതിരിക്കുക, ഒരക്ഷരം മിണ്ടാതിരിക്കുക, അവൻ വരട്ടെ പോട്ടെ. ഒരക്ഷരം CPM അവിടെ പ്രതികരിക്കാതിരുന്നാൽ പിന്നെ മറ്റേ VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യ പ്രതിപക്ഷ നേതാവായിട്ട് എന്ത് കാര്യം? തുടർ ഭരണം കിട്ടാതെ ഒറ്റ കാര്യം ചെയ്താൽ മതി CPM, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി CPM ഏകദേശം ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ സഭയിൽ വരുമ്പോൾ ഒരക്ഷരം ഇടാതിരുന്നാൽ മതി. ഈസി വാക്കോർ. എനിക്ക് തോന്നിയോ ഒന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന കേക്കച്ചൻ എന്ന് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ രാഹുലിന്റെ വീട്ടിൽ പോയി ചിലപ്പോൾ ആത്മഹത്യാ ഭീഷണി മുടക്കും. സഭയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് ഇവൻ പോയി ചിലപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഈ രാഹുലിന്റെ മനസ്സ് മാറ്റാനും സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ അതുപോലെ വീട്ടേക്ക് കയ്യും കാലും പിടിക്കൽ പണ്ടുണ്ട്. പണ്ടേ ഉണ്ട് കയ്യും കാലും പിടിക്കുക അവന്റെ കാര്യസാധനത്തിന് വേണ്ടിയിട്ട്. ഉള്ളിപ്പില്ലാത്തവനാണ് നീ, ഉള്ളിപ്പില്ലാത്ത ഒരു നട്ടലില്ലാത്ത. ഇവൻ ഏത് എക്സ്റ്റന്റ് ആരുടെയും പോയി നക്കുന്നവനാണെന്ന്, ഇവൻ ഏത് എക്സ്റ്റന്റ് പോകുന്ന ഒരു തേർഡ് റേറ്റ്. ഇവനെ കേക്കച്ചൻ എന്നല്ലാന്ന ആള് ഇപ്പൊ നമ്മുടെ ആളുകൾ പുതിയിട്ട പേര് ചില ഊക്കച്ചൻ എന്നാണ്. താങ്കൾക്കൊരു കാര്യമല്ലോ, ഇന്ന് ഈ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ പാർട്ടിയോടൊരു അല്പം പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഏക നേതാവ് ഇയാളാണ്, സതീശനാ. ഒരല്പം പോലും പാർട്ടിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല, പാർട്ടിയെ സ്നേഹിക്കുന്നില്ല അയാൾ, അല്ലെങ്കിൽ അണികളെ സ്നേഹിക്കുന്നില്ല, പാർട്ടി വളർന്ന് ആഗ്രഹിക്കുന്നില്ല, ഭരണം ആഗ്രഹിക്കുന്നില്ല. അയാൾക്കായുള്ള സ്വന്തം കാര്യം മാത്രം, അത് ശത്രുക്കൾ പോലും. അതായത് ഓർത്തു ഇവന് വേണ്ടി അതായത് ഇവന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ശരിക്കും ഒരു ആർജവത്തോടെ നിൽക്കാൻ ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുത്ത ഈ യുവ നേതാവിനെ തന്നെ അവനിട്ട് തന്നെ ബ്രഹ്മ വെച്ചു എന്ന് പറഞ്ഞാൽ അവനെ നിഷ്കരണം. എന്താ പറഞ്ഞ ഇവൻ ഒന്നോർത്ത് നോക്കി, കഴിഞ്ഞ ദിവസം വയനാട്ടില് 3 കോൺഗ്രസ് നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്തത്. എന്താ നിസ്സാരം ഇതുപോലുള്ള ആരോപണങ്ങളെയും അവരെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വയ്യാതെ അവർ ആത്മഹത്യ ചെയ്തു. അന്നേരം ഇത്രയും ക്രൂരമായ ഈ ആരോപണങ്ങൾ നടത്തി ഇവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച, ഇവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇവനൊരു മനുഷ്യനാണോ? അല്ല, ഇതിലൊരു വേറെ രസം കേൾക്കണം. ആത്മഹത്യ കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ അദ്ദേഹത്തിന്റെ പേരും തോന്നുന്നു, അദ്ദേഹം മരിച്ചതിന് ശേഷം ഇവിടെ പത്രക്കാർ സതീശനോട് ചോദ്യം നിങ്ങൾ ആൾ മരിച്ചിട്ട് അയാളുടെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ നാണം കെട്ടവും പറഞ്ഞു കേട്ടില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ടൈം പറയാൻ നായിക്ക് കഴിയണില്ലെന്നേ. ഇന്ന സമയത്ത് ഞങ്ങൾ കൊടുക്കല്ല, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാമാന്യ ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും അതിൽ പറയണ്ടേ, എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ നിൽക്കുകയാണ് എന്ന് പറയേണ്ട. അതിൽ പറയാം ഞങ്ങൾ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ ഉചിതമായ തീരുമാനത്തിൽ എത്തും. ഏത് കാലത്തെത്തുന്നു? ഇവന്റെ മക്കളുടെ കല്യാണം കഴിയുമ്പോഴാണ്. ആവശ്യത്തിനല്ല സഹായം ചെയ്യണ്ടേ, ഈ സമയത്ത് ചെയ്യണ്ടേ. അവിടെയൊന്നും അവന്റെ മറ്റെടുത്ത നിലപാട് അവന് വരത്തില്ല, നിലപാടില്ല. അപ്പൊ നിലപാടില്ല. പറഞ്ഞ പോലെ ജട്ടി പ്രശ്നമാണെങ്കിൽ അവൻ നിലപാട് അന്നേരം അവനോടെ പ്രഖ്യാപിക്കും.
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നേ, ഇടതുപക്ഷം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര നിലപാടായിരുന്നല്ലോ. ഭയങ്കര നിലപാടായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ വെല്ലുവിളിച്ച് നടന്നിട്ട്, അതായത് അഴിമതിയുടെ ഭരണം നടക്കാൻ പാടില്ല, അഴിമതിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ് ഇറങ്ങി ഈ ഇടതുപക്ഷം ഇത്രയും കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിട്ട് രാഷ്ട്രം നിലപാടില്ലേ അവര്? ഇത്രയും അഴിമതി ബാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 26 താഴെയാക്കി 29 എണ്ണം. ഇന്ന് എത്രായിരം ബാറുകളും എത്രായിരം ബെബ്കോകള് ഇവന്റെ അണ്ണാക്കി പിരിവിട്ട് നിൽക്കണം. അതിൽ വി ഡി സതീശൻ നിലപാടില്ല. എനിക്ക് രണ്ട് കാര്യം ഇവിടെ പറയാനുള്ളൂ. കോൺഗ്രസ്സുകാർ ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർ TN പ്രതാപൻ എന്ന് പറയുന്ന ആ പരദേശിയെയും അതേപോലെ വി ഡി സതീശനെയും ഒതുക്കിയില്ലെങ്കിൽ ഇവർ രണ്ടുപേരും കോൺഗ്രസ് നശിപ്പിക്കുന്നവരാ, ഉമ്മൻചാണ്ടിയുടെ ഭരണം നഷ്ടപ്പെടുത്തിയവരാ. TN പ്രതാപൻ മദ്യനേതൻ ഇവൻ കോടതി വരെ പോയ നാണം കെട്ടവനാണ്. പിന്നെ ഇന്നും ഈ പെണ്ണ് വിഷയത്തില് സതീശനോടൊപ്പം ചേർന്ന് നിന്ന് ഇവനോട്ട് പണിയാൻ നിൽക്കുന്നു ഓർക്കണം. അതെ, അതായത് ഈ ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും താഴെ തുടർഭരണം നഷ്ടപ്പെടുത്തണമെന്ന് 100 മുതൽ 120 സീറ്റ് വരെ പിടിച്ച് ഉമ്മൻചാണ്ടി ഭരണത്തിലെത്തുന്ന ഏകദേശം ഉറപ്പായിരിക്കുന്ന സമയത്ത് ഈ TN പ്രതാപനും വി ഡി സതീശനും VM സുധീരനും രംഗത്തിറങ്ങി. ഈ 3 പേര് രംഗത്ത് മനഃപൂർവ്വം തോൽപ്പിച്ചേ അടങ്ങൂ. കാരണം പ്രതാപന് കലിപ്പ് എന്താണെന്ന്, പ്രതാപനെ മന്ത്രിയാക്കിയില്ല. പ്രതാപനെ മന്ത്രിയാക്കാൻ തന്നെ കലിപ്പ് പ്രതാപൻ തീർത്ത അങ്ങനെയാണ്. ഈ പ്രതാപൻ എന്ന് പറയുന്നത് സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം കളിക്കുന്നവനാ. ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ലേ ഈ പ്രതാപനും ഈ സതീശനും? അതെ, രണ്ട് കേക്കച്ചന്മാർ തന്നെ. അവർക്ക് കേക്ക് മുറിക്കാൻ പോയി എവിടെയും പോകും അവര്. അത് അങ്ങനത്തെ തന്നെ. ഈ കോൺഗ്രസിന്റെ അണികൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ്സുകാരോട്, ഒരു കാരണവശാലും പ്രതാപനെയും സതീശനെയും നമ്പരുത്. TN പ്രതാപൻ ജയിച്ചു വന്നാൽ അത് നിങ്ങൾക്ക് ദോഷമാണ്, അതുപോലെ തന്നെ സതീശൻ ജയിച്ചു വന്നാലും കോൺഗ്രസ് ദോഷമാണ്. ഈ രണ്ടെണ്ണത്തിന് ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാൽ കോൺഗ്രസ്സുകാർ രക്ഷപ്പെടും. കാരണം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇല്ലാത്ത ആദർശം അവൻ ഇപ്പൊ എങ്ങനെയാ വന്നത്? ഉമ്മൻചാണ്ടിയുടെ പ്രതിപക്ഷ നേതാവ് ഇവനായിരുന്നു, അത് അച്യുതാനന്ദനായിരുന്നില്ല. ഇപ്പൊ എന്താ ഇത്രയും അഴിമതികളും ഇത്രയും ബാറിന്റെ വിഷയങ്ങളും ഇത്രയും ഈ സഹകരണ ബാങ്ക്, കരുവന്നൂർ ബാങ്ക് അടക്കം നിരവധി ബാങ്കുകൾ കൊള്ളയടിക്കും ചെയ്തിട്ട് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ട് നിരവധി ആളുകൾ യൂത്ത് കോൺഗ്രസിനെ പെരുവഴിയിലിട്ട് തല്ലിച്ചതച്ചിട്ട് ഒരക്ഷരം മുറയാളെ മിണ്ടാതെ ഇപ്പൊ തന്നെ ആ സുജിത്തിന്റെ വിഷയം, കുന്നുകുളം സുജിത്തിന്റെ വിഷയത്തിൽ എന്താ പറഞ്ഞ, കേരളം കണ്ടിട്ടില്ലാത്ത മാതിരി സമരമായിട്ട് രംഗത്തിറങ്ങുന്നു. കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഈ നാണം കെട്ടവൻ ഈ പറയുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ കോൺഗ്രസിന്റെ അണികൾ ഇന്ന് രക്ഷിക്കുന്ന ആരും പ്രതിഷ്ഠിച്ച് ഇവന്റെ പിന്നിൽ നിൽക്കരുത്. ഇവന്റെ പിന്നിൽ ആളില്ല, അത് വേറെ സത്യം. നമുക്കറിയാം 100% ആളുകളിലും സോഷ്യൽ മീഡിയകളിലും അതുപോലെ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഈ വാർത്തകൾ വരുമ്പോൾ അതിന്റെ കമന്റ് നോക്കിയാൽ അറിയാം സതീശനെ സഹായിക്കാൻ ഒരാളുമില്ല. 90% ഇപ്പം ഏറ്റവും നാണംകെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം പറഞ്ഞാൽ, അതായത് ഈ രാഹുലിന്റെ വിഷയത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു തകർച്ച എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളുടെ സകല വിശ്വാസം, പ്രത്യേകിച്ച് ഏഷ്യനെറ്റ്, ഈ വിനു വിജയൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഏതാണ്ട് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്ക് വേണ്ടി, ഈ നാണം കെട്ടവന് വേണ്ടി ഈ വി ഡി സതീശന്റെ PR ഏജൻസിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇവന് അനുകൂലമാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ചർച്ച സംഘടിപ്പിക്കുക. അതുപോലെ മറ്റ് നമ്മുടെ ഈ വക്കീല്, അന്നേരം ഇവന്മാർ ഒരു ആക്സിസ്, ഒരു സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ ഈ മറ്റേ വക്കീല്, നമ്മുടെ എറണാകുളത്തെ ആ വക്കീലും ഈ ഏഷ്യാനെറ്റിലെ വിനുവും ഇവരുടെ ജയശങ്കർ ഈ 3 എണ്ണം കൂടി ഇരുന്നിട്ട് ഇവന്മാര് ഈ വീഡിയോ വെളുപ്പിക്കാൻ നോക്കിയ ചർച്ചകളുടെ അടിയിൽ വന്ന് ഇവന്മാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചേക്കുന്ന നാട്ടുകാരുടെ തെറി കേട്ടാലും ഇവന്മാരുടെ വില കളയുക എന്ന് ഇവന്മാർക്ക് മനസ്സിലായില്ലേ? എനിക്ക് ആദ്യം ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു കേട്ടോ. അഡ്വക്കേറ്റ് ജയശങ്കർ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആര് ചെന്നാലും, ആരാളുടെ വീട്ടിൽ ചെന്ന് കണ്ടാലും അവർക്ക് അനുകൂലമായിട്ട് നിലപാട് പറയും ചാനലിൽ. അങ്ങനെ പിന്നീട് ഞാൻ മനസ്സിലാക്കി. കാരണം ആരദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു അവർക്ക് അനുകൂലമായിട്ട് നിലപാട്. പുള്ളി വക്കീല, പുള്ളിയുടെ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താണ് ഇപ്പം കക്ഷിയുടെ ആവശ്യം? എന്താ കക്ഷിയുടെ ആവശ്യം? ഇപ്രകാരം ഒരു അനുകൂലമായിട്ടുള്ള സാധനം പുള്ളിയുടെ ഫീസ് പറയുമ്പോൾ അത് കൊടുത്താൽ പുള്ളി അതെനിക്ക് മനസ്സിലായി. അങ്ങനെ അതിന് നമുക്ക് ഒരിക്കലും അത് പുള്ളിയുടെ വയറ്റിപ്പഴപ്പായ പുള്ളിയുടെ ഉപജീവനമാർഗമായിട്ട് നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സതീശന്റെ പാട് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടാവും, എനിക്ക് വേണ്ടിയാണ് പറയാനായിട്ട്. മനസ്സിലായി, സതീശനെ പോയി കണ്ടിട്ടുണ്ട്. അല്ല, അതിൽ ഞാൻ പറഞ്ഞത് സതീശനെ ആരുടെ കാല് പിടിക്കാൻ ഒരു മടിയില്ലാത്ത അവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ലക്ഷ്യം എന്താ, ഇവന്റെ ഒരു ഉദ്ദേശം എന്താണെന്നോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിനോട് ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രി ആവാമ. ആ പെൺകുട്ടിയുടെ ആഗ്രഹം അതായിരുന്നല്ലോ. കാരണം ഇവനെ ഇറക്കി വിട്ട പെൺകുട്ടി, ആ റീന,
പിന്നെയോ ആ പെണ്ണ് പറഞ്ഞല്ലോ ഈ സതീശൻ മുഖ്യമന്ത്രിയെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ. അപ്പൊ സതീശന്റെ ധാരണ ഷാഫിനെയും ഇവനെയും കൂടി ഒതുക്കി കഴിഞ്ഞാൽ ഷാഫിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണ്ട, രാഹുലിനും മന്ത്രിസ്ഥാനം കൊടുക്കണ്ട, ഇവന്റെ ഏറാമൂലകൾ രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം കൊടുത്ത് ഇവന് മുഖ്യമന്ത്രിയാവാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇവര് നന്നായിട്ട് അറിയാതെ നടക്കില്ല എന്നുള്ള കാര്യം. കാരണം പിണറായി വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ പിണറായി വിജയന് എതിരായിട്ടൊരു വാക്ക് പറയാൻ സതീശന് കഴിയില്ല, ആദ്യവുമില്ല. ഇവർ ഇത്രയും കാലം ഇപ്പുറത്തിരുന്ന് പ്രതിപക്ഷത്ത് നിന്ന് ഇവരുടെ സകല കള്ളക്കമ്മട്ടത്തിന്റെയും കാശ് മേടിച്ച് ഞണ്ണിയിട്ട് ഇവന് ഒരു അനക്ഷരം ഭരണപക്ഷത്ത് വന്നാൽ പോലും ഇപ്പൊ പണ്ട് കഴിഞ്ഞ 10 വർഷത്തെ എന്തെങ്കിലും ഒരു നടപടിക്കെതിരെ പിണറായിക്കെതിരെ ഒരു നടപടി എടുക്കാൻ ഇവന് പ്രാപ്തി ഉണ്ടാവുമോ? ഇതിലൊക്കെ ഏറ്റവും വലിയൊരു തമാശ എന്താണെന്നറിയോ? കഴിഞ്ഞ 5 വർഷം രമേശ് ചെന്നിത്തല പ്രതിപക്ഷമായിരുന്നപ്പോൾ 102ഓളം കേസ് പിൻവലിപ്പിച്ചു. 102 കേസുകളാണ് ഇടതുപക്ഷം അവതരിപ്പിച്ച വിഷയങ്ങൾ പിൻവലിപ്പിച്ചത്. ഇവൻ ഒരു കേസ് പിൻവലിപ്പിക്കാൻ പോയിട്ട് ഒരു സമരം നടത്താൻ ഈ വൃത്തി കേട്ടോന്ന് കഴിഞ്ഞോ വി ഡി സതീശന്? സെക്രട്ടേറിയറ്റിൽ നിന്ന് അഴിമതിയുടെ ഭരണപക്ഷത്തിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കുള്ള ഒരു സോഴ്സ് പോലും ഈ നാണം കെട്ടവനുണ്ടോ? ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൻ ഈ പത്രങ്ങളിലെ അതായത് പ്രാദേശിക ലേഖകന്മാര് അതായത് ഓഫീസിൽ പോലും കയറ്റാത്ത ഈ പറയുന്ന പോലെ പ്രാദേശിക ലേഖകന്മാരായിട്ടുള്ളവന്മാരെ പിടിച്ച് ഇവന്റെ പ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ കൊടുത്തിട്ട് ഇവൻ നടക്കുക. എന്നിട്ട് ഇവൻ ഭയങ്കര മീഡിയ മാനിപ്പുലേറ്റർ ആണെന്ന് പറഞ്ഞ് ഇവൻ നടക്കുക. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇതിൽ വേറെ കൂടുതലൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടർ നാളെ നിയമസഭയിൽ കയറിയാൽ സൈലന്റ് ആവേണ്ടത് CPM ആണ്. ഇടതുപക്ഷം സൈലന്റ് ആയാൽ CC വാക്കോറും ഒരു 3 ഭരണത്തിന് ഒരു ബുദ്ധിമുട്ട് അവർക്കില്ല. വിവേകം കാണിച്ചാൽ അതായത് അവരപ്രകാരം ഒരു വിവേകം കാണിച്ചാൽ ഇവന്റെ ഈ ഊക്കച്ചന്റെ ഇടപാട് നാളെ തീരെ വട്ടപൂജ്യമാകും. ഇവൻ നാളെ ചിലപ്പോൾ അറ്റാക്ക് വന്നവിടെ വീഴും. നാളെ അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അൽമതിയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷം BJPക്കും പ്രശ്നമല്ല, ഇവന് മാത്രം ഇപ്പൊ പ്രശ്നമുള്ളൂ. അവരൊക്കെ സൈലന്റ് ആയി. ഇപ്പൊ ഇടതുപക്ഷക്കാരെ പോലും നമ്മൾ പല ഗ്രൂപ്പുകളിലുണ്ട്. അവന്റെ ഗതികേടെന്ന് ഓർത്ത് നോക്കി. ഇടതുപക്ഷം മിണ്ടുന്നില്ല, വേറെ ആർക്കും പ്രശ്നമില്ല. അവസാനം ഇവന് ഇത്രയും നടപടികളും സ്വീകരിച്ച് ലെറ്ററും കൊണ്ട് സ്പീക്കർക്ക് കൊടുത്തിട്ട് പ്രക്ഷുബ്ധമാവും, നാളെ നിയമസഭയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവും പറഞ്ഞ് തരുമ്പോൾ അവരും മിണ്ടാതിരിക്കുവാണെങ്കിൽ ഇവന്റെ അവസ്ഥ ഓർത്ത് നോക്കി. നാളെ അവര് മിണ്ടിയാൽ ബഹളം വെച്ചാൽ നമുക്ക് മനസ്സിലായിക്കോണം ഇതിന്റെ ആസൂത്രണം ഈ കേക്കറ്റൻ യുവമാര് കമ്പൈൻഡ് ആയിട്ട് നടത്തിയ ഓപ്പറേഷനാണ്. ഈ കേക്കറ്റന് നക്കാപ്പിച്ച എല്ലിട്ട് കൊടുത്തിട്ട് ഈ പട്ടിയെ കൊണ്ടുണ്ടാക്കിച്ച പണിയാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. പൊളിറ്റിക്കലി സ്ട്രാറ്റജിക്കലി ഇവന്മാര് ബുദ്ധിയുള്ളവന്മാരാണ്. ഇവന്മാര് ഇതിനകത്ത് പങ്കില്ലെന്നുണ്ടെങ്കിൽ ഇവന്മാര് നേരം മിണ്ടാതിരുന്ന് കേക്കച്ചന്റെ അണ്ണാക്കിനകത്ത് പിരിവെട്ടിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നാളെ CPM ബഹളം വെക്കുവാണെങ്കിൽ അത് ഈ കേക്കച്ചനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. ഇവന്റെ ഈ പ്രതിപക്ഷത്തിരുന്ന് ഇവന്മാർക്ക് ഈ വിടുവേല ചെയ്ത് കൊടുക്കുന്ന ഈ പന്നിയുടെ മാനം പോകാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നാളെ ഈ ഇടതുപക്ഷം. അതിലൊരു കാര്യമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം അവന്റെ നിലനിൽപ്പ് വലിയ വിഷയമാണ്. അവന്റെ നിലനിൽപ്പ് നോക്കുന്നവൻ അവൻ ആരുടെ കാലം പിടിക്കും. അപ്പൊ നാളെ CPMകാര് ഒരു അക്ഷരം പോലും ശബ്ദിക്കില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. അവര് രാഹുൽ മാങ്കൂട്ടർ ഒന്നും പറയുക, കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേസ് താങ്കൾ പറഞ്ഞ പോലെ കേസിന്റെ അന്വേഷണ പുരോഗതി അനുസരിച്ച് നമ്മൾ മറുപടി പറയാം. ഈ വിഷയത്തിൽ നമുക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. അവർക്കിട്ട് MLA ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സതീശൻ എന്ന് പറയുന്ന സാധനം ജീവിച്ചിരിക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സതീശൻ എന്തായാലും ഇന്ന് തന്നെ പോയി കണ്ട് പിണറായിക്ക് നിർദ്ദേശം ഒരു 4 വാക്കുകൾ നിങ്ങൾ തുള്ളണം അവനെതിരെ. 4 വാക്കുകൾ സംസാരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല അവിടെ. അപ്പൊ എന്ത് വില കൊടുത്തും രാഹുൽ മാങ്കൂട്ടർ നിങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കണം എന്ന് സതീശൻ ഇപ്പൊ തന്നെ പോയി പിണറായി വിജയനും അതുപോലെ നിയമസഭാകക്ഷി നേതാവിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നിർദ്ദേശം കൊടുത്തു. നാളെ സഭയിൽ ഇതുപോലെ ബഹളം ഉണ്ടായാൽ ഓർത്തോണം, അത് ഇവന്മാരുടെ മുന്നണി പോരാളിയായ ജട്ടി വിപ്ലവത്തിന്റെ ക്യാപ്റ്റനായ ഈ കേരളത്തിലെ പൊതുജനങ്ങൾ വിറക്കുന്ന ഈ പരനാറിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം അവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ ചാടിയാൽ എത്രത്തോളം ചാടും? ഇത്രത്തോളം ഈ പറയുന്ന കേക്കച്ചൻ ഈ കേക്ക് നോക്കി കിടന്ന് സഭയെ കിടന്ന് എന്ത് കുത്തി മറിഞ്ഞാലും പോടാ മറ്റവനെ എന്ന് പറയാനുള്ള ആംബിയർ അവർക്കും ഉണ്ട്. അവരുദ്ദേശിക്കുന്ന കാര്യം അവിടെ നടത്തിയെടുക്കുകയും ചെയ്യും. അന്നേരം ഇവൻ അവിടെ കിടന്ന് കീറി പൊളിച്ച് ഇവൻ അവിടെ ഇറങ്ങി പോകുന്നല്ലാതെ അവിടെ ഒരു പുല്ലും സംഭവിക്കാനില്ല എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാമെന്നിരിക്കെ നാളെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടർ നാളെ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുക. പ്രത്യേക ബ്ലോക്കായിട്ട് ചെയ്യുമ്പോൾ ഇവര് ഈ ഇടതുപക്ഷം കൊണ്ടുവരുമ്പോൾ ഇവർ രണ്ടുപേരും ചർച്ചകൾ വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി. ഒരു ഡയലോഗ് നാളെ രാഹുൽ മാങ്കൂട്ടം അവിടെ ഇടതുപക്ഷം അനുകൂലമായിട്ട് പറഞ്ഞാൽ അവിടെ മൊത്തം സോഷ്യൽ മീഡിയ സതീശനെ കൊന്നുകൊല്ല വിളിക്കും. ഇടതുപക്ഷത്തിന്റെ മൊത്തം സോഷ്യൽ മീഡിയ ഇടതുപക്ഷത്തെ സതീശനെ കൊന്നുകൊല്ല വിളിക്കും. മനസ്സിലായോ പറഞ്ഞത്?
അതായത് രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ ചെയ്തു. ഇവർ ഈ യു ഡി എഫിന്റെ എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തു. കാരണം എടുക്കത്തില്ല. പക്ഷേ ചെയ്യില്ല. പക്ഷെ അവൻ അതൊന്നും ഇല്ല. പക്ഷേ നിലപാടുള്ളവനാ. അവൻ നിലപാടുള്ളവനാ. അതായത് ഇടതുപക്ഷം നാളെ ഈ പറഞ്ഞ പോലെ മാന്യത കാണിച്ചാൽ, അതായത് നമ്മുടെ ശിവൻകുട്ടിയും പറഞ്ഞല്ലോ, ഞങ്ങൾ തടയത്തൊന്നുമില്ല, അതിന് അയാൾക്ക് നിയമസഭ വരുന്നതിന് തടസ്സമൊന്നുമില്ല, ഞങ്ങൾ എന്തിനാ തടയുന്നതെന്ന് പറയാനുള്ള ആർജവ് ആ ശിവൻകുട്ടി കാണിച്ചു. ആ ശിവൻകുട്ടിയുടെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും ഈ ഇത് ഓരോ ജനങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അന്നേരം ആ ശിവൻകുട്ടി സാധാരണഗതിയിൽ നിയമസഭയിൽ അത്രയും അഗ്രസീവ് ആകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ശിവൻകുട്ടിയെ. പൂന്തുവളയുടെ ആ ശിവൻകുട്ടിയെ പോലും പറഞ്ഞു ഞങ്ങൾ എന്തിനു തടയണം അയാൾക്ക് നിയമസഭയിൽ തടയേണ്ട ആവശ്യം എന്താ, പുള്ളിക്ക് അങ്ങനെയുള്ള വരാതിരിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പോലും പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഇടതുപക്ഷം മിണ്ടാതിരുന്നാൽ പെട്ടുപോകുന്നത് നമ്മുടെ കേക്കച്ചനാണ്. ആ ഇരിക്കുന്ന കേക്കച്ചനെ സഭയിൽ ഇടതുപക്ഷം സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ വേർത്ത് ഉരുകി ഇല്ലാതാകുന്ന ഈ ഊക്കച്ചനെയാണ് കേരളത്തിലെ ജനങ്ങൾ സഭാ ടിവിയിലൂടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം ഇവൻ ഇത് പേടിച്ചുറപ്പാണ്. ഇന്ന് ഇവൻ ചത്തുകളി എന്ന് പറഞ്ഞ് വേണേ വിഷം മേടിച്ച് ഇവൻ ഉറപ്പാണ്. ഈ നാണം കെട്ടവൻ പറപുറത്താരകയുടെ പോയി കാല് നക്കിയ ഈ പന്നൻ ഇവൻ മാങ്കൂട്ടത്തിന്റെ കാലിന്ന് രാത്രി വിടും. ദയവിരുന്ന് ഈ സഭയെ വരരുത്. നാളെ വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവൻ ചിലപ്പം ആത്മഹത്യാ ഭീഷണി മുഴക്കി, സതീശൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി ചിലപ്പം രാഹുലിനെ ഈ പറഞ്ഞ പോലെ ഒരു സഹതാപം മേടിച്ച് ചിലപ്പം വീട്ടിൽ ഇരുത്താനും സാധ്യതയില്ലാതില്ല. ഇനിവേ നമുക്ക് കാത്തിരിക്കാം നാളെ എന്താകുമെന്ന്. അത്രേ ഉള്ളൂ. നമുക്ക് എന്താ നാളെ കാത്തിരിക്കാം. നാളെ വരുമോ ഇല്ലയോ, ഇടതുപക്ഷം എന്താ പറഞ്ഞ അവര് ബുദ്ധി പ്രയോഗിക്കുമോ, അതോ അവരുടെ ജട്ടി വിപ്ലവത്തിന്റെ മുന്നണി പോരാളി ആണ് എന്ന് ജനങ്ങൾ പറയുന്നതിന്റെ സത്യമാണ് എന്നവർ തെളിയിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നാളെ തുടങ്ങുന്നില്ല നിയമസഭ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി.